ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നോക്ക് റെസിപ്പീസ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നാടൻ റെസിപ്പിയുമായിട്ടാണ്. മാമ്പഴ പുളിശ്ശേരി അല്ലെങ്കിൽ മാമ്പഴക്കറി, പഴമാങ്ങ കറി, ഇങ്ങനെ ഒരുപാട് പേരുണ്ട് ഈ കറിക്ക്. ഇത് കേൾക്കുമ്പോൾ തന്നെ കൊതി വരുന്ന ഒരുപാട് പേരുണ്ടാകുമെന്നറിയാം. അപ്പോൾ ഒട്ടും വൈകാതെ ഈസിയായി കുക്കറിൽ മാമ്പഴ പുളിശ്ശേരി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. എന്നാൽ ഇൻഗ്രീഡിയൻസ് നോക്ക് ചെയ്താലോ? ഒരു പഴുത്ത മാങ്ങ, ഒരു ചെറിയ കഷ്ണം, ഒരു 100-150 ഗ്രാം ഒക്കെ കാണും. വെള്ളരിക്ക ചെറുതായി നുറുക്കിയത്, 2 എരിവുള്ള പച്ചമുളക്, ഒരു ചുള വെളുത്തുള്ളി, 2 തണ്ട് കറിവേപ്പില, 1 കപ്പ് നാളികേരം, 1 കപ്പ് തൈര് അല്ലെങ്കിൽ യോഗട്ട്, 2 ടീസ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കറി താളിക്കാനായി 1 ടീസ്പൂൺ കടുക്, 2 വറ്റൽമുളക്, 2 നുള്ളു ഉലുവ എന്നിവ എടുത്തു വെച്ചിട്ടുണ്ട്. മാങ്ങയുടെ എണ്ണമൊക്കെ നിങ്ങളുടെ താല്പര്യത്തിനും മാങ്ങയുടെ ലഭ്യതയ്ക്കനുസരിച്ചും തീരുമാനിക്കാവുന്നതാണ്. നല്ല പഴുത്തതും നല്ല മണമുള്ളതുമായ മാങ്ങ ചേർക്കുകയാണെങ്കിൽ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഇവിടെ എനിക്ക് നാട്ടിൽ നിന്ന് കൊടുത്തുവിട്ട മാങ്ങയിൽ അങ്ങനെ നല്ല മണവും പഴുത്തതുമായ ഒരു മാങ്ങയെ കിട്ടിയുള്ളൂ. അപ്പോൾ അത് വെച്ച് തന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി കാണിച്ചു തരാമെന്ന് കരുതി. നല്ല ഓതന്റിക് ടേസ്റ്റ് മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കാൻ എന്റെ വീട്ടിലൊക്കെ മുത്തുകുടിയൻ മാങ്ങയാണ് യൂസ് ചെയ്യാറുള്ളത്. ഞങ്ങളുടെ അവിടേക്ക് മുത്തുകുടിയൻ എന്നാണ് പറയാ. ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല. മൂവാണ്ടൻ മാങ്ങ വെച്ചും എന്റെ അമ്മ അടിപൊളിയായി മാമ്പഴ പുളിശ്ശേരി വെക്കാറുണ്ട്. അപ്പോൾ കറി തയ്യാറാക്കാനായി ആദ്യം ഞാനൊരു കുക്കറിൽ വെള്ളരിക്ക അരിഞ്ഞതും മാങ്ങയും 1 ടീസ്പൂൺ ഉപ്പും എടുത്തു വെച്ചിരിക്കുന്ന 2 ടീസ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും വേപ്പിലയും 1/2 ഗ്ലാസ് വെള്ളവും ചേർത്ത് ഒരു വിസിൽ മാത്രം വരുത്തി വേവിച്ചെടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ മൺചട്ടി ഉണ്ടെങ്കിൽ അതിലായാലും ഈ കറി പാകം ചെയ്യാവുന്നതാണ്. കുക്കറിൽ വെച്ചെന്ന് കരുതി ടേസ്റ്റിൽ ഒരു കോംപ്രമൈസും ഇല്ലാട്ടോ. കുക്കർ ഒരു വിസിൽ വന്ന് പ്രഷറൊക്കെ പോകുന്ന സമയം കൊണ്ട് നമുക്ക് നാളികേരം അരച്ചെടുത്ത് കൊണ്ടുവരാം. അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് നാളികേരവും തൈരും പച്ചമുളകും വെളുത്തുള്ളിയും ജീരകവും ചേർത്ത് ഫൈനായി അരച്ചെടുക്കണം. ഞാൻ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് നാളികേരം അരച്ചെടുക്കുന്നത്. തൈര് തന്നെ ധാരാളമാണ് നാളികേരം നന്നായി അരയാനായിട്ട്. പിന്നെ എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഈ കറി വല്ലാതെ ലൂസായിരിക്കുന്നതിനും ടേസ്റ്റ് ഇത്തിരി കട്ടിയിൽ കുറുകിയിരിക്കുന്നത് തന്നെയാണ്. ഇതാ നമ്മുടെ കുക്കറിന്റെ പ്രഷറൊക്കെ പോയി തുറന്നു നോക്കിയപ്പോൾ വെള്ളരിക്കയും മാങ്ങയും ഒക്കെ കറക്റ്റ് വേവാണ്. ഇനി ഇതിലേക്ക് ഫൈനായി അരച്ചു വെച്ചിരിക്കുന്ന നാളികേരക്കൂട്ട് ചേർത്ത് നന്നായി എല്ലാം മിക്സ് ചെയ്ത് കൊടുത്ത് തിളപ്പിച്ചെടുക്കണം. തിള വന്നു കഴിഞ്ഞാൽ ഉപ്പും എരിവും ഒക്കെ ചെക്ക് ചെയ്യാം. എനിക്ക് എല്ലാം നല്ല കറക്റ്റായി വന്നിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്ത ശേഷം കറി താളിക്കാനായി ഒരു തട്ക പാനിലേക്ക് 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വന്നാൽ എടുത്തു വെച്ചിരിക്കുന്ന കടുകും വറ്റൽമുളകും ഉലുവയും ചേർത്ത് പൊട്ടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ സ്റ്റവ് ഓഫ് ചെയ്ത ശേഷം മാത്രം ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ എന്റെ പല വീഡിയോസിലും പറഞ്ഞിരിക്കുന്ന പോലെ ഇത് തികച്ചും ഓപ്ഷണൽ ആണ്. പക്ഷെ ഇങ്ങനെ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കറിക്ക് ഒരു പ്രത്യേക ഭംഗി കിട്ടും. നിങ്ങൾ കറി എരിവ് നോക്കി കുറവുണ്ടെങ്കിൽ ഇതോടൊപ്പം ആവശ്യത്തിന് എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ നോക്കൂ, നമ്മൾ എത്ര എളുപ്പത്തിലാണല്ലേ നല്ല അടിപൊളി മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കിയത്. ഈ കറി രാത്രി ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ പിറ്റന്നാളത്തേക്ക് ഒന്നുകൂടി ടേസ്റ്റി ആയിരിക്കും. ഞങ്ങളുടെ വീട്ടിലൊക്കെ ഈ കറി വെച്ചാൽ പാത്രം കാലിയാകുന്ന വഴി അറിയില്ല. അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ മാമ്പഴ പുളിശ്ശേരി ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമന്റും മറക്കില്ലല്ലോ. പച്ചപ്പപ്പായ കൊണ്ടുള്ള മോരുകറിയും പച്ചപ്പപ്പായ വെച്ചുള്ള തോരനും ഒക്കെ നമ്മുടെ ചാനലിൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കി അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. എന്നാൽ മറ്റൊരു റെസിപ്പിയുമായി വരുന്നവരെ ബൈ, ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് ബി ഹാപ്പി. താങ്ക് യു.